ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. ഇന്ന് നമ്മൾ SLCയുടെ ഫസ്റ്റ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. എന്താണ്? വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളാണ്. ഇലക്ട്രിസിറ്റി എങ്ങനെയൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാം, അതിന് എന്തൊക്കെ തരത്തിൽ നമുക്ക് നമ്മളെ കയ്യിലേക്ക് ഇലക്ട്രിസിറ്റിയെ കിട്ടും, ഏതൊക്കെ എനർജി ഫോമിലാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്, കാരണം നിങ്ങൾ പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം, കാരണം നമുക്ക് ഈ ചാപ്റ്ററിൽ അതൊക്കെ ഉപയോഗിക്കേണ്ടി വരികയാണ്. സോ അങ്ങനെ നമ്മൾ പഠിച്ച ഇലക്ട്രിക് കറണ്ടിൻ്റെ എന്തൊക്കെ ഉപയോഗമാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ആ ഇലക്ട്രിസിറ്റീനെ മാറ്റി വേറെ ഫോമിൽ ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ഇലക്ട്രിസിറ്റിയും കൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കിതിനെ കിട്ടും, ഇലക്ട്രിസിറ്റീനെ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം? നിങ്ങൾ എന്തിനൊക്കെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്? എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത ഒരൊറ്റ വീട് പോലും ഇല്ല അല്ലേ? എന്തിനേറെ പറയുന്നു, ഒരു 5 മിനിറ്റ് കറണ്ട് പോയാൽ നിങ്ങൾ അപ്പോൾ തുടങ്ങും, ഓ കറണ്ട് പോയി, എന്തൊക്കെ ചെയ്യുമല്ലോ നിങ്ങൾ. ഫോൺ നിങ്ങളുടെ മെയിൻ സാധനമാണ്, നിങ്ങൾ ഫോൺ. അത് ചാർജ് ചെയ്യുന്നത് കറണ്ടിലാണ്. നമുക്ക് ഈ ലൈറ്റ്, നമ്മളെ വീട്ടിലൊരു നിമിഷം പോലും രാത്രിയൊക്കെ ആയാൽ കറണ്ട് ഇല്ലാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നമാണ് ചൂട്. ചൂടത്ത് നമുക്ക് ഫാനില്ലാണ്ട് പറ്റുമോ? അതിനും എന്ത് വേണം? കറണ്ട് വേണം. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി വളരെയധികം നമ്മളെ ജീവിതത്തിൽ അതിൻ്റെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി അതിനെ എന്തൊക്കെ ഈ സ്വാധീനങ്ങളെയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ വളരെ എളുപ്പമാണ്, കാരണം നമ്മളെന്ന് ഉപയോഗിക്കുന്നതാണ്, നമ്മളാണ് ഇതിൻ്റെയൊക്കെ എന്താ പറയുക എഫക്റ്റ് അനുഭവിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് സുഖമുണ്ട്, അതിങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ദിവസവും എന്തൊക്കെയാണ് ഇലക്ട്രിസിറ്റിയും കൊണ്ട് ചെയ്യുന്നതെന്ന് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പാഠത്തിൻ്റെ പകുതി പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഇതിനൊക്കെ നമുക്ക് ഓരോ പേര് കൊടുത്ത് അങ്ങ് വിളിക്കാം. ഇനി അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ഊർജ രൂപമാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു എനർജി ഫോമാണ് ഇലക്ട്രിസിറ്റി. നമുക്കൊരു പ്രത്യേക തരം എനർജി ഫോമിനെ ആയിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റിയെ ഉപയോഗിക്കുന്നത്, വിച്ച് ഈസ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന ഒരു ഊർജ രൂപമായിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റിയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് എന്തൊക്കെ വേറെ എനർജി ഫോംസ് ആയിട്ട് മാറ്റാമെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ത്? നമുക്ക് പ്രകാശം തരും, അല്ലെങ്കിൽ വെളിച്ചം തരുന്ന ഒരു സാധനമാണ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ പ്രകാശം എന്ന് പറയുമ്പോൾ അത് അനദർ ഫോം ഓഫ് എനർജിയാണ് അല്ലേ, വേറൊരു എനർജി രൂപമാണ്, ഊർജ രൂപമാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി എന്തായിട്ട് മാറുകയാണ്? അവിടെ പ്രകാശോർജം അല്ലെങ്കിൽ ലൈറ്റ് എനർജി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രിസിറ്റിയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് എഫക്റ്റാണ്. എന്ത് എഫക്റ്റാണ്? ലൈറ്റിംഗ് എഫക്റ്റ്, പ്രകാശഫലം. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നതും ഇലക്ട്രിസിറ്റിയുടെ പ്രകാശഫലമാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുകയാണ്? അവിടെ ലൈറ്റ് എനർജി ആയിട്ട് മാറുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക്കൽ എനർജി നമ്മളെ പ്രകാശ ഊർജമായിട്ട്, ഇലക്ട്രിക്കൽ ഊർജം പ്രകാശ ഊർജമായി മാറുകയാണെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് എഫക്റ്റാണ്. ഇനി രണ്ടാമത്തത്, അടുത്ത നിങ്ങൾ ഏറ്റവും കൂടുതൽ സുപരിചിതമായ ഒരു സാധനമായിരിക്കും വീട്ടിൽ ഇസ്തിരിപ്പെട്ടി, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഇപ്പോൾ ഒരുപാട് വീടുകളിലുണ്ട്. എന്താ അതിൻ്റെ ഒരു ഗുണം? നമുക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണങ്ങൾ ചൂടാക്കി എടുക്കാൻ പറ്റും യൂസിങ് ഇലക്ട്രിസിറ്റി അല്ലേ. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം പാചകം ചെയ്യാം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ ഊർജം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഊർജം ഇൻഡക്ഷൻ കുക്കറിലേക്ക് പോയിട്ട് ഇൻഡക്ഷൻ കുക്കർ അത് ചൂടായിട്ടാണ് നമുക്ക് പുറത്ത് തരുന്നത്. ചൂടല്ലെങ്കിൽ താപമായിട്ടാണ്, നമുക്ക് ഹീറ്റായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ഊർജം എന്തായിട്ട് മാറുകയാണ്? ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജമായിട്ട് മാറുകയാണ്. അപ്പോൾ രണ്ടാമത്തെ എഫക്റ്റ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് താപോർജം ഇലക്ട്രിക്കൽ ഊർജത്തെ മാറ്റി നമുക്ക് താപോർജമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ എഫക്റ്റ്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇനി അടുത്തത് ഫാൻ. ഇപ്പോഴത്തെ കാലത്ത് ഈ ചുട്ടുപൊള്ളുന്ന ചൂടത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഫാൻ. ഈ ഫാനിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അതും കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. കറണ്ടില്ലെങ്കിൽ ഇപ്പം നമുക്ക് ഫാൻ ഉപയോഗിക്കാൻ പറ്റുമോ?
ഓഫ് കോഴ്സ് നമുക്ക് ബാറ്ററി ഫാനുകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾക്കിപ്പോൾ ആവശ്യം എന്താണ്? ഇലക്ട്രിക്കൽ ഫാനിൻ്റെ കാര്യമാണ്. കാരണം നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ അതാണല്ലോ, ഇലക്ട്രിസിറ്റി കൊണ്ട് എന്തൊക്കെ ഗുണമാണെന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ ഫാൻ. അപ്പോൾ നമ്മളെ ഫാൻ കറങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ? ഫാൻ കറങ്ങുക എന്ന് പറയുമ്പോൾ അത് ചലിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫാനിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഫാനിലേക്ക് കൊടുക്കുന്നു. ആ ഫാൻ എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു, കറങ്ങുന്നു. അങ്ങോട്ട് കറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് അല്ലേ? എന്തെങ്കിലും ചലിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എനർജീനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി, കൈനറ്റിക് എനർജി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ മെക്കാനിക്കൽ എനർജി ഫോംസ് ആണ്. അപ്പോൾ ഫാൻ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി അങ്ങോട്ട് കൊടുക്കുമ്പോൾ കറങ്ങുന്നു, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. എന്തിനെ? ഇലക്ട്രിക്കൽ എനർജീനെ. മലയാളത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇലക്ട്രിക്കൽ ഊർജ്ജത്തെ യാന്ത്രിക ഊർജ്ജമാക്കി മാറ്റുകയാണ്. ഒരു യന്ത്രമാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? യന്ത്രം പ്രവർത്തിക്കുമ്പം അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഊർജ്ജം യാന്ത്രിക ഊർജ്ജമാണ്. അപ്പം ഇലക്ട്രിക്കൽ ഊർജ്ജം നമ്മൾ യാന്ത്രിക ഊർജ്ജമാക്കി മാറ്റുകയാണ് ഇൻ ദ കേസ് ഓഫ് ഫാനിൻ്റെ ഒക്കെ കേസിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്തൊരു എഫക്റ്റ് കിട്ടി കറണ്ടിൻ്റെ. അതെന്താണ്? മെക്കാനിക്കൽ എഫക്റ്റാണ്, യാന്ത്രിക ഫലം. നമ്മുടെ ജീവിതത്തിൽ മൂന്നാമതായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഫക്റ്റാണ്, അല്ലെങ്കിൽ യാന്ത്രിക ഫലം എന്ന് പറയും. ഇനി നിങ്ങൾ അത്രയൊന്നും സുപരിചിതമല്ല, പക്ഷേ ഏറ്റവും നിങ്ങൾ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണെന്ത്? നിങ്ങളെ ഫോൺ അല്ലേ? അപ്പോൾ ഞാനിവിടെ 4ാമത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കെമിക്കൽ എഫക്റ്റ്. പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, എന്തായിരിക്കും ഇപ്പോൾ കെമിക്കൽ എഫക്റ്റ് അല്ലേ? പക്ഷെ നിങ്ങളെ ഫോണിൽ തന്നെ ഉണ്ട് സാധനം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണിൻ്റെ പുറകിലൊരു ബാറ്ററി ഉണ്ട് അല്ലേ? ആ ബാറ്ററി കറണ്ട് ചാർജ് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതെ. അപ്പോൾ അവിടെയും നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഫോൺ ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ചൂടാവുന്നതോ അല്ലെങ്കിൽ പ്രകാശം തരുന്നതോ അല്ലെങ്കിൽ യാന്ത്രിക ഫലമോ ഒന്നൊന്നും എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് പറയാൻ പറ്റില്ല. അവിടെ കെമിക്കൽ എഫക്റ്റാണ് കറണ്ടിൻ്റെ ഉണ്ടാവുന്നത്. നമ്മൾ ചാർജുകൾ കെമിക്കലി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ബാറ്ററിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഫോണിൻ്റെ സ്റ്റോറേജ് ബാറ്ററി പോലെയൊക്കെയുള്ള സാധനങ്ങളിൽ കറണ്ടിൻ്റെ രാസഫലം അല്ലെങ്കിൽ കെമിക്കൽ എഫക്റ്റാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയെ 4 തരത്തിലുള്ള എനർജികളാക്കി മെയിൻലി മാറ്റാൻ പറ്റും. അതിൽ ഒരെണ്ണമാണെന്ത്? ഹീറ്റ് എനർജി, ചൂടുള്ള അല്ലെങ്കിൽ താപോർജ്ജമാക്കി മാറ്റാൻ നമുക്ക് പറ്റും. രണ്ടാമത്തത് ലൈറ്റ് എനർജി, പ്രകാശോർജ്ജമാക്കി നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയെ മാറ്റാൻ പറ്റും. മൂന്നാമത്തത് യാന്ത്രിക ഊർജ്ജമാക്കി നമുക്ക് ഇലക്ട്രിസിറ്റിയെ മാറ്റാൻ പറ്റും. നാലാമത്തത് രാസോർജ്ജമാക്കി ഇലക്ട്രിസിറ്റിയെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക്കൽ ഊർജ്ജത്തിനെ നമുക്ക് 4 ഊർജ്ജങ്ങളാക്കി മാറ്റാം. താപോർജ്ജം, രാസോർജ്ജം, യാന്ത്രികോർജ്ജം, പിന്നെന്താണ്? പ്രകാശോർജ്ജം. അപ്പോൾ ഈ 4 ഊർജ്ജങ്ങളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? 4 ഫലങ്ങൾ, ഇലക്ട്രിസിറ്റിയുടെ എഫക്ട്സ് എന്ന് പറയാം. ഹീറ്റിംഗ് എഫക്റ്റ്, ലൈറ്റിംഗ് എഫക്റ്റ്, കെമിക്കൽ എഫക്റ്റ് ആൻഡ് മെക്കാനിക്കൽ എഫക്റ്റ്. താപഫലം, പ്രകാശഫലം, രാസഫലം, യാന്ത്രിക ഫലം. ഈ 4 മെയിൻ ഫലങ്ങൾ അല്ലെങ്കിൽ എഫക്ട്സുകളാണ് നിങ്ങൾക്ക് എന്ത് പഠിക്കാനുള്ളത്? ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾ ഈ കെമിക്കൽ എഫക്റ്റ്, മെക്കാനിക്കൽ എഫക്റ്റ് നമ്മളധികം ഡീപ്പായിട്ട് പഠിക്കില്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഹീറ്റിംഗ് എഫക്റ്റ് ആൻഡ് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ടാണ്. ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റും ലൈറ്റിംഗ് എഫക്റ്റുമാണ് നിങ്ങൾ നന്നായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്നും കാണുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കൂടെ കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ടും എന്തൊക്കെയാണ് ഈ ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റ്, ലൈറ്റിംഗ് എഫക്റ്റ് എന്നൊക്കെ നോക്കാം. അതുവരെ ബൈ.